ഒരു രക്ഷയില്ല എന്ന് പറഞ്ഞാൽ രക്ഷയില്ലാത്ത പെർഫോമൻസ് ആണ് അർജുൻ കാഴ്ചവെച്ചത്. ഒരു തരത്തിൽ പറയാൻ വയ്യ, ചിരിച്ച് ഊപ്പാടിളക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതുപോലെ ചിരിച്ച് വയ്യാതായ ഒരു എപ്പിസോഡായിരുന്നു ഇന്ന് കണ്ടത്. അതുപോലെ ചിരിച്ച് വയ്യാണ്ടായിട്ടുണ്ട് ലൈവ് കണ്ടിട്ട്. അവിടെ നോറയായിട്ട് തകർത്താടി എന്നല്ല ജീവിക്കുകയായിരുന്നു എന്ന് പറയാം അർജുൻ. അത്രയും കോമഡി ആയിരുന്നു സംഭവങ്ങൾ. അവിടെ നോറയുടെ ആക്ഷൻസും കാര്യങ്ങളും സംസാരവും ഒക്കെ ഇട്ടത് പുറമെ കുറച്ചാളുടെ ഇതിലും അർജുൻ്റെ ലെവലിൽ നിന്ന് കൂടി നോറയ്ക്ക് വേണ്ടിയിട്ട് കുറച്ച് എക്സ്ട്രാ ഡയലോഗും എക്സ്ട്രാ സീൻസും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു കംപ്ലീറ്റ് എൻ്റർടൈനർ ആയിരുന്നു എന്ന് പറയാം. വീട്ടിലുള്ള എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ബിഗ് ബോസ് വീട്ടിൽ തന്നെ എല്ലാവരും പറഞ്ഞു അർജുനെ നീ തകർത്തു എന്ന് എല്ലാവരും പറഞ്ഞു. അതുമാത്രമല്ല കണ്ട പ്രേക്ഷകർക്കും അത് തന്നെയായിരിക്കണം അഭിപ്രായം. അവിടെ ബിഗ് ബോസ് ഏറ്റവും ലാസ്റ്റായിട്ട് ഇവർക്ക് കൊടുത്തൊരു കാര്യം, ഇവരെ ക്യാരക്ടർ പിടിച്ചുകൊണ്ട് തന്നെ ജയിൽ നോമിനേഷൻ ചെയ്യുക എന്നുള്ളതായിരുന്നു ബിഗ് ബോസ് കൊടുത്തൊരു കാര്യം. ജയിൽ നോമിനേഷൻ ചെയ്യുന്ന സമയത്ത് അവിടെ അർജുൻ മാത്രം എത്തിയിട്ടുണ്ടായിരുന്നില്ല, അതായത് നോറയുടെ ക്യാരക്ടർ മാത്രം എത്തിയിട്ടില്ല. പിന്നെ നമ്മൾ നോക്കുമ്പോൾ തലയിൽ തോർത്തുമുണ്ടൊക്കെ ചുറ്റി നോറ വന്നിരിക്കുന്ന ഒരു സ്റ്റൈലുണ്ട്. കുളി കഴിഞ്ഞിട്ട് എപ്പോഴും വിളിക്കുന്ന സമയത്ത്, മിക്കപ്പോഴും നേരം വൈകി വരുന്ന സമയത്ത് തലയിൽ തോർത്തുമുണ്ട് ചുറ്റിയിട്ട് വന്നിരിക്കുന്ന ഒരു നോറയുണ്ട്. ആ നോറയായിട്ടൊരു വന്ന് ഇരിപ്പുണ്ടായിരുന്നു. ഒയ്യോ, ജയിൽ നോമിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നോറയ്ക്ക് ടാസ്ക് തൂക്കാനുള്ള ഒരു ജയിൽ നോമിനേഷൻ ടാസ്ക് ആയിരുന്നു അത്. ഒരു ഗംഭീര പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗംഭീര പെർഫോമൻസ് ആണ് അവിടെ അർജുൻ കാഴ്ചവെച്ചത് നോറയായിട്ട്. നോറയ്ക്ക് പോലും ഇഷ്ടപ്പെട്ടു. നോറ പറഞ്ഞു അടിപൊളിയായിട്ട് നീ എന്നെ ചെയ്തു, ഒരിക്കലും നീ ആ തലയില്ലാത്ത ഓർത്തൊക്കെ കെട്ടി വന്നിരിക്കുന്നത് ഞാൻ പ്രതീക്ഷിച്ചേ ഇല്ല, അത്ര രസമായിട്ട് നീ എന്നെ ചെയ്തു എന്ന് വെച്ചാൽ നോറേനെ ഇങ്ങനെ കോമഡി ആയിട്ടൊക്കെ ചെയ്യുമ്പോൾ ചിലപ്പോൾ നോറയ്ക്ക് ദേഷ്യം വരാം. ചിലപ്പോൾ ചില സമയത്തൊന്നും നോറ അത് ഉൾക്കൊള്ളാത്തൊരു വ്യക്തിയാണ്. എന്നെന്താ കോമഡി ആക്കിയത്, എന്നെന്താ ഇങ്ങനെ കോമാളിയായിട്ട് കാണിച്ചതെന്നൊക്കെ ചിലപ്പോൾ ചിന്തിക്കാം. പക്ഷെ ഇത് നോറയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. നോറ ചിരിയോട് ചിരിയായിരുന്നു. സത്യത്തിൽ അർജുൻ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ കണ്ടിട്ട് അവിടെ ഇരിക്കുന്ന എല്ലാവരും ക്യാരക്ടർ വിട്ടിട്ട് ഇടയ്ക്കിടയ്ക്ക് ചിരിച്ചു പോകുന്നുണ്ട്. അവിടെ ജാസ്മിനൊക്കെ പറയുന്നുണ്ട് ക്യാരക്ടർ പിടിച്ചിരിക്കുന്നതുകൊണ്ട് ചിരിക്കാൻ പറ്റാണ്ട് ഇങ്ങനെ കഷ്ടപ്പെടായിരുന്നു, എന്നിട്ടും ചിരിച്ചു പോകുമായിരുന്നു എന്ന് ജാസ്മിൻ പറയുന്നുണ്ടായിരുന്നു. അർജുൻ കഴിഞ്ഞാൽ ഏറ്റവും നന്നായി ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ പറയുന്നത് ജാസ്മിൻ ആയിരിക്കും. ജാസ്മിൻ സിജോയുടെ ആക്ഷൻസും കാര്യങ്ങളൊക്കെ രസകരമായിട്ട് ശരിക്കും സിജോ ചെയ്യുന്ന പോലെ മാക്സിമം ചെയ്യാനായിട്ട് അവിടെ ശ്രമിച്ചിട്ടുണ്ട്. ബാക്കി ഇപ്പോൾ ആരാണ് നല്ലതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്കി എല്ലാവരും നന്നായിട്ട് ചെയ്തു. അവരവരുടെ ക്യാരക്ടറൊക്കെ എല്ലാവരും നന്നായിട്ട് ചെയ്യാനായിട്ട് ശ്രമിച്ചിട്ടുണ്ട്. ആരും അത്ര മോശമായിട്ടൊന്നും ചെയ്തിട്ടില്ല, എല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. ബിഗ് ബോസ് തന്നെ അവിടെ നിന്ന് വിളിച്ച് പറഞ്ഞു ഇത്രയും നന്നായി നിങ്ങൾ ഈ ടാസ്ക് ചെയ്യുന്നത് ഞാൻ പ്രതീക്ഷിച്ചില്ല, എല്ലാവരും അതിമനോഹരമായി ചെയ്തു എന്നുള്ളത്. പക്ഷേ അതിലൊരു പടി മുന്നിൽ നിൽക്കുന്നത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ 2 പേരുടെ പേരെ പറയുള്ളൂ. ആദ്യം അർജുൻ, പിന്നീട് ജാസ്മിൻ.